ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ട, എല്ലാവരും ഇന്ന് ചർച്ച ചെയ്യുന്ന, എൻ്റെ പ്രിയമുള്ളവരെ, അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പ്രയാസത്തിലാണ്, ആ കുടുംബത്തിന്റെ കണ്ണീരിലാണ് ഇന്ന് എല്ലാവരും മനന്നൊന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോറി മണ്ണിനടിയിലുള്ള ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് തൊട്ടു മുമ്പ് വന്നിട്ടുള്ള വാർത്ത. ആ ലോറിക്കുള്ളിൽ ഈ ചെറുപ്പക്കാരനുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന, എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പടച്ച തമ്പുരാൻ ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. പിഞ്ചു ഒരു ചെറിയ കുട്ടിയുമായിട്ട് ആ സഹോദരന്റെ, പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ പടച്ച റബ്ബേ, ഹൃദയം വല്ലാതെ വേദനിച്ചു പോവുകയാണ്. കാരണം ഒരു കുടുംബത്തിന്റെ അത്താണിയായി, കുടുംബത്തിന്റെ പ്രയാസത്തിന്റെ വളഞ്ഞു കിടക്കുന്ന ആ ഒരു കുടുംബത്തിന്റെ പ്രയാസം, ആ ഒരു പ്രയാസത്തെ നിവർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾക്ക് മുമ്പിലൂടെ കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ, തന്റെ ജീവിതത്തിന്റെ മേഖലകളൊക്കെ മുഴുവനും തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, ആ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ചെറുപ്പക്കാരൻ, തന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി മാറ്റിവെച്ച ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ, വേദനയുടെ, നൊമ്പരത്തിന്റെ കഥകളാണ് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തോടു കൂടെ ചെറുപ്പക്കാരനെ കാണാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ വിശ്വാസ സമൂഹവും മനസ്സിലേക്ക് ചേർത്ത് വെക്കേണ്ട, അല്ലെങ്കിൽ മനസ്സിലേക്ക് ഇണക്കി വെക്കേണ്ട, അവന്റെ ജീവിതത്തിൽ അവൻ അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും 2:30 അൽഹംദുലില്ലാ നമ്മൾ ചർച്ച നടത്തുമ്പോൾ നമ്മുടെ പുണ്യമാന മജ്ലിസിലേക്ക് കടന്നു വന്നിട്ട് ഇൽമുകൾ കേൾക്കുന്ന, നമ്മുടെ പരിശുദ്ധമായ ഇൽമിന്റെ ഈ മജ്ലിസ് പല ആളുകളിലേക്കും ഷെയർ ചെയ്തിട്ട് ഇൽമിന്റെ ഒരു വാഹകരാകുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു തആല ഖൈറും ബറകത്തും അല്ലാഹു നൽകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും കാലികമായി നമ്മൾ ചർച്ച നടത്തുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ട, ദുനിയാവിന്റെ തുലിക്കുമുകളിൽ നമ്മൾ അറിയേണ്ട, നമ്മളെല്ലാവരും ഈ ദുനിയാവിൽ ഒരു ദിവസം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു പോകേണ്ടവരാണ്. കടന്നു പോയിട്ട് ഒരു ജീവിതം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ദുനിയാവിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട, ഇവിടെ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവിൽ എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ ദുനിയാവിന്റെ മുകളിൽ നീ ജീവിക്കുമ്പോൾ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു മനുഷ്യനും പറയുന്ന കാര്യമുണ്ട്, ഉസ്താദ് ഇവിടെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, നന്മകൾ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം കരഗതമാക്കാനാണ് എന്ന് പറയാത്ത ഒരാളും തന്നെ ഉണ്ടാകുകയില്ലല്ലോ. നിസ്കരിക്കുന്നത് എന്തിനാ? നോമ്പെടുക്കുന്നത് എന്തിനാ? എല്ലാ സൽക്കർമ്മങ്ങളും ദുനിയാവിൽ ഞാൻ ചെയ്തു കൂട്ടുന്നത് പടച്ചുറപ്പിന്റെ പരിശുദ്ധമായ പരമോന്നതമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടിയിട്ടാണെന്ന് അതാവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. എല്ലാവരും പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം കൊതിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വർഗത്തിന്റെ മനോഹരതയെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുകയാണ്. അതാവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുബഹി നമസ്കാര ശേഷം സഹാബത്തിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, യാ സഹാബ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു സഹാബ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു സഹാബ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗലോകത്തിന്റെ അനുഗ്രഹങ്ങളിലൂടെ, ആ സ്വർഗത്തിന്റെ പറുദീസകൾക്കരികിലൂടെ, ആ സ്വർഗത്തിന്റെ മണിമന്ദിരങ്ങൾക്കരികിലൂടെ, ആ സ്വർഗത്തിന്റെ കൊട്ടാരങ്ങൾക്കരികിലൂടെ പാലരുവികളും തേനരുവികളും ഇങ്ങനെ ഒഴുകുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗലോകമുണ്ടല്ലോ.
ആ സ്വർഗ്ഗലോകത്തിന്റെ ഏറ്റവും വലിയ ഉന്നതിന്റെ അരികിലൂടെ ഞാനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾ അവിടെ കണ്ടു സ്വഹാബാ. സ്വർഗത്തിന്റെ പരിമളം നിങ്ങൾ ഒരുപാട് കേട്ടല്ലോ സ്വഹാബാ. ഇതിങ്ങനെ സ്വഹാബത്തിന്റെ മുമ്പിലൂടെ പറയുമ്പോൾ സ്വഹാബത്തിന്റെ വല്ലാത്ത കൊതിയാവുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗമുണ്ടല്ലോ, മുത്തുനബി പറഞ്ഞു ഈ പരിശുദ്ധമായ സ്വർഗ്ഗലോകമുണ്ടല്ലോ, ഞങ്ങൾക്കൊന്ന് ലഭിച്ചിരുന്നെങ്കിലല്ലോ എന്നവിടുന്ന് വല്ലാതെ സ്വഹാബത്ത് കൊതിച്ചു പോവുകയാ. അവിടെ നിന്ന് സ്വർഗ്ഗം ലഭിക്കാൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അവിടുന്ന് പറയുകയാണ് സ്വഹാബാ, ആ സ്വർഗ്ഗത്തിന്റെ ഒരു മുന്തിരിത്തോട്ടത്തിലൂടെ ഞാനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് സ്വർഗ്ഗത്തിന്റെ മുന്തിരിപ്പഴം കണ്ടപ്പോ എന്റെ കൈ അറിയാതെ പറിക്കാനങ്ങ് ഉയർന്നു പോയി സ്വഹാബാ. എന്റെ കൈ ഉണ്ടല്ലോ അത് പറിക്കാൻ അറിയാതെ അങ്ങ് ഉയർന്നു പോയി സ്വഹാബാ. ഉടനെ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നു, നബിയേ അത് പറിക്കല്ല നബിയേ, അത് ഈ ദുനിയാവിൽ വന്നിട്ടോ ദുനിയാവിൽ നിന്ന് കഴിക്കാനുള്ളതല്ല. ഈ സ്വർഗ്ഗലോകത്തേക്ക് കടന്നു വന്നിട്ടോ ഇവിടുത്തെ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഇവിടേക്ക് വന്നിട്ട് അത് കഴിക്കാനുള്ളതാണെന്ന് പറയുമ്പോ പടച്ച റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് കൈയങ്ങ് താഴ്ത്തുകയാണ്. ഈ വിവരം അങ്ങ് സ്വഹാബത്തിന്റെ മുമ്പിൽ അതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് പൊട്ടിക്കരയുകയാണ്. സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാ കരയുന്നത് സ്വഹാബാ, എന്തിനാ കരയുന്നത് സ്വഹാബാ? അതാ അവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ അവിടുന്ന് സ്വഹാബത്ത് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ കരയുന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങൾ കരഞ്ഞു പോകുന്നത് എന്തിനാണെന്നറിയോ? ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിലെ മുന്തിരിപ്പഴം നിങ്ങൾ ദുനിയാവിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് കഴിക്കാമായിരുന്നല്ലോ നബിയേ, അത് ഞങ്ങൾക്ക് കഴിക്കാമായിരുന്നല്ലോ നബിയേ. അങ്ങെന്തിനാണ് അത് നിഷേധിച്ചതോ, അങ്ങനെ അത് കൊണ്ടുവരാതിരുന്നതോ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വഹാബത്ത് പറയുകയാ. ഉടനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹാബാ, ആ മുന്തിരിപ്പഴമുണ്ടല്ലോ, ആ മുന്തിരിപ്പഴമുണ്ടല്ലോ ഈ ദുനിയാവിലേക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നെങ്കിലോ, ഈ ദുനിയാവിലേക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നെങ്കിലോ, ഈ ദുനിയാവിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അതേപോലെ തന്നെ വരാനിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, കഴിഞ്ഞു പോയ കാലഘട്ടത്തില് ഓരോ ജനങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും തിന്ന് തീർത്താലും തീരില്ല സ്വഹാബാ, അത് തിന്ന് തീർക്കാൻ കഴിയില്ല സ്വഹാബാ എന്നവിടുന്നതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാ, സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടാണ് കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തുണ്ടല്ലോ, അവിടുന്ന് കരച്ചിൽ നിർത്തിയതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൊതിക്കണം ഉമ്മ, അല്ലാഹുവിന്റെ പരിശുദ്ധ
പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിന് വേണ്ടി മനസ്സ് വെച്ചോ, ഇന്നീ പുണ്യമായ മജ്‌ലിസിലോ ആ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള വഴികൾ നമ്മൾ പറയുകയാണല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഓരോ വഴികൾ നമ്മൾ ഇന്നിവിടെ ചർച്ച നടത്തുകയാണ്. ആ ഇൽമിനെ നമ്മൾ കളയല്ലോ, ആ ഇൽമ നമ്മുടെ ജീവിതത്തിൽ പകർത്തണേ. ഇതെല്ലാം പറയുന്നത് ആദ്യം എന്റെ നഫ്സിനോടാ, സ്വന്തം ശരീരത്തോടാ. പിന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ പകർത്താൻ എന്നോട് ഞാൻ ആദ്യം പറയുകയാണ്. പിന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, പുണ്യമായ മജ്‌ലിസിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, അല്ലാഹുവേ വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരു പ്രാവശ്യം ഈ മജ്‌ലിസിൽ ഈ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പുണ്യമായ ചരിത്രം വീണ്ടും പറഞ്ഞത് ആ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തുന്നതിന് മുമ്പ് ആ സ്വർഗ്ഗത്തിന്റെ വിസ്തൃതിയെ കുറിച്ചിട്ട്, ആ സ്വർഗ്ഗത്തിന്റെ വിശാലതയെ കുറിച്ചിട്ട് നമ്മളൊന്ന് അറിയണം. അല്ലാഹു ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള സ്വർഗ്ഗം ഒരു വിഭാഗം ആളുകളെ ഇങ്ങനെ കൊതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വിഭാഗം ആളുകളെ അവൻ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ, അവനൊന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം ഇങ്ങനെ കൊതിച്ചു കൊണ്ടിരിക്കുക. ആ വിഭാഗത്തെ നമ്മൾ പറയാൻ, നമുക്ക് ആ വിഭാഗത്തിൽ പെടണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാമേ പറയും, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ വിഭാഗത്തിൽ നമുക്ക് പെടണം. പഠിച്ചോനെ, ഇന്നാലിന്ന നാട്ടിൽ ഇന്നാലിന്ന ആളെ സ്വർഗ്ഗം ഇങ്ങനെ മാടി വിളിക്കാം, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ട്. പടച്ചോനെ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചോനെ, ആ വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ എന്തെങ്കിലും ന്യൂനതകളെ കൊണ്ട് പടച്ചോനെ അതിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണെങ്കിൽ അല്ലാഹുവേ ആ ന്യൂനതകളെ മാറ്റിക്കൊണ്ട് ഞങ്ങൾ നന്മയിലാക്കി തരണേ റഹ്മാനെ, നന്മയിലാക്കി തരണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, നാല് വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. 4 വിഭാഗം ആളുകളെ പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗം ഇങ്ങനെ മാടി വിളിക്കുകയാണ്. ഒന്നാമതായിട്ട് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, താലിൽ ഖുർആൻ. ആരാണ് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഓതുന്നവരോ? പടച്ച റബ്ബേ, വീട്ടിനകത്ത് കിടക്കുന്ന ഷെൽഫിൽ കിടക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവേ നമ്മളൊക്കെ എന്നാണ് ഖുർആൻ എടുത്ത് നോക്കുന്നത്? അത് റമദാൻ കടന്നു വരുമ്പോഴാ, പരിശുദ്ധമായ റമദാൻ വരുമ്പോഴാണല്ലോ. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഖുർആനിനെ നമ്മൾ നോക്കുന്നത്. പടച്ച റബ്ബേ, ആരാണ് പരിശുദ്ധമായ ഖുർആനിനെ നിത്യവും ഓതിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരുപാട് പടച്ച റബ്ബിന്റെ കലാമുകളെ കൊണ്ട് നിറക്കപ്പെട്ട അല്ലാഹുവേ, വകയിലൂടെ ലോകത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിച്ചു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മ പല കാര്യങ്ങളോ, ദീനിന്റെ കാര്യങ്ങളോ, ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആരാണ് ഖുർആൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്നത്? അവന് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഇങ്ങനെ വാടി വിളിക്കുകയാണല്ലോ. അവന് സ്വർഗ്ഗം ഇങ്ങനെ കൊതിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിനകത്ത് നമുക്ക് അതിനുള്ള സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള മാർഗമുണ്ടോ? നമ്മുടെ വീടിന്റെ ഉള്ളറയിൽ തന്നെ അതിനുള്ള മാർഗമുണ്ടല്ലോ. ഒരിക്കലും തന്നെ അതിനെ തട്ടി മാറ്റല്ലേ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിനെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. രണ്ടാമത്തെ വിഭാഗമാരാണെന്നറിയോ? വഹാഫിദിൽ ലിസാൻ.
ആരാണ് തന്റെ നാവിനെ സൂക്ഷിക്കുന്നത്? അല്ലാഹുവേ, ഗീബത്ത് പറയുന്നതിൽ നിന്ന്, നമീമത്ത് പറയുന്നതിൽ നിന്ന്, കദിബ് പറയുന്നതിൽ നിന്ന്, പടച്ച റബ്ബേ മറ്റുള്ളവർക്ക് ദോഷകരമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ആരാണ് മാറി നിൽക്കുന്നത്? ആരാണ് മാറി നിൽക്കുന്നത്? അവരെയും പടച്ച തമ്പുരാന്റെ സ്വർഗം ഇങ്ങനെ മാടി വിളിക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗലോകം മാടി വിളിക്കുകയാണ്. അതുകൊണ്ട് ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല, ഒരാളെ കുറിച്ചിട്ടും അവിടുന്ന് മോശത്തരം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ സദസ്സിലതാ റസൂലുള്ളാഹി ഒരു സഹാബിയെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, സഹാബത്തെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം മേടിച്ചിട്ട് കടന്നു പോകുന്ന സഹാബിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സഹാബ. എല്ലാ സഹാബത്തും അവിടുന്ന് വിചാരിച്ചു പോവുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെയാണ് വിളിക്കുന്നത്, എന്നെയാണ് ചൂണ്ടുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് സഹാബത്ത് കാത്തിരിക്കുകയാണല്ലോ. പടച്ച റബ്ബേ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അതായത് തന്റെ വീട്ടിലേക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു സഹാബിയെ ചൂണ്ടിക്കൊണ്ട് കാണിച്ചുകൊണ്ട് പറയുന്ന സഹാബ, ആ കാണുന്ന സഹാബിയാ, ആ കാണുന്ന സഹാബിയാ. പടച്ച തമ്പുരാനെ അവിടെ നിന്ന് പറയുകയാണ്, അവിടെ നിന്ന് പറയുകയാണ്, വീണ്ടും പിറ്റേ ദിവസമായല്ലോ, രണ്ടാമത്തെ ദിവസവും റസൂലുള്ളാഹി ഇതുപോലെ തന്നെ പറയുകയാണ്. ആ സഹാബിയത്തിനെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹി സ്വർഗ്ഗത്തിലാണെന്ന് പറയുകയാണ്. മൂന്നാമത്തെ ദിവസവും തളിപ്പിക്കുകയാ. അവിടുന്ന് സഹാബത്തിന്റെ വല്ലാത്ത ആഗ്രഹമായി 3 ദിവസമാണ് റസൂലുള്ളാഹി സഹാബിയെ സ്വർഗ്ഗത്തിലാണെന്ന് പഠിപ്പിച്ചത്. 3 ദിവസമായല്ലോ എന്നവിടുന്ന് പറയുമ്പോ ഒരു സഹാബിയ മജ്ലിസിൽ നിന്ന് എണീറ്റ് കൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങൾ 3 ദിവസമായി അദ്ദേഹം സ്വർഗ്ഗത്തിലാണെന്ന് പറയുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്ന് പഠിക്കാനുള്ള അവസരം തരുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതം കൊടുത്തു. ഈ സഹാബിയതാ സ്വർഗ്ഗത്തിലെന്ന് പറഞ്ഞ സഹാബിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ 3 ദിവസം അതിഥിയായിട്ട് നിൽക്കുകയാണല്ലോ. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോ അവിടുന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ കടന്നു വന്നവരാ, നിങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി 3 ദിവസമായിട്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്നോ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്താണ് അതിനുള്ള കാരണമെന്ന് പറഞ്ഞു തരുവോ? അതിനുള്ള കാരണമെന്ന് പറഞ്ഞു തരുവോ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഈ സ്വഹാബി അവിടുന്ന് പറയുമ്പോ അതാ പറയുകയാ, ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളും തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഉപരിയായിട്ടുള്ളൊരു നന്മയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ 3 ദിവസം ഇവിടെ നിന്നിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അതാ ഈ സഹാബി അവിടെ നിന്ന് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഞാൻ മുറുകെ പിടിക്കാറുണ്ട്. എന്റെ പുണ്യമായ മുമ്പിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ആ ഹദീസ് ഇവിടെ പറഞ്ഞു വെക്കുകയാ. ആ സ്വഹാബി അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് എന്തെന്നറിയോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. തന്റെ കൈ കൊണ്ടോ തന്റെ നാക്ക് കൊണ്ടോ ആരാണ് മറ്റൊരാളെ വേദനിപ്പിക്കുന്നവന് അവൻ മുസ്ലിം അല്ല. തന്റെ കൈ കൊണ്ടും നാവ് കൊണ്ടും മറ്റുള്ളവരെ സുരക്ഷിതരാണെങ്കിലോ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ നാക്ക് കൊണ്ട് ഞാൻ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ എന്റെ കൈ കൊണ്ട് ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ സൂക്ഷിക്കാറുണ്ട് സഹാബ.
എന്നവിടെ നീ പ്രിയപ്പെട്ട സ്വഹാബി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരാളെ നമ്മൾ വേദനിപ്പിച്ചാൽ അത് നാക്ക് കൊണ്ടാകട്ടെ, കൈ കൊണ്ടാകട്ടെ, പടച്ച റബ്ബേ ഏത് രൂപത്തിലും നമ്മൾ വേദനിപ്പിച്ചാൽ അത് പടച്ച തമ്പുരാന് ഇഷ്ടമല്ല, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ നമ്മൾ പഠിപ്പിക്കാം. അത് രണ്ടാമതായിട്ട് സ്വർഗം വിളിക്കുന്ന, സ്വർഗം കൊതിക്കുന്ന രണ്ടാമത്തെ വിഭാഗം വഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്ന വിഭാഗമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ആരാ മൂന്നാമത്തെ വിഭാഗം? അതുകൊണ്ട് നമ്മുടെ നാവിനെ നല്ലവണ്ണം സൂക്ഷിക്കണം. നമ്മുടെ നാക്ക്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇല്ലതും പറയരുത്, ഇല്ലാത്തും പറയരുത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് നാവിനെ പിടിച്ചു വെക്കണ്ടേ? നമ്മൾ പറയും ഉസ്താദേ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പടച്ചോനെ ഞങ്ങൾ നാവിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല. അതിനുള്ള മരുന്നും ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയും. എന്നിട്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമുക്ക് സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് ഇതിലേറെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി കണ്ടുമുട്ടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ എന്താണ് അതിന്റെ കാര്യം? മൂന്നാമതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അല്ലാഹുവേ വിശന്ന് കിടക്കുന്ന ആളുകളുണ്ടല്ലോ, വിശന്ന് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പടച്ച തമ്പുരാൻ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗ്ഗം കൊതിക്കുന്ന വിഭാഗത്തെ കുറിച്ചിട്ടോ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, അല്ലാഹുവേ നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ വിശക്കുന്നു എന്ന് വന്ന് പറഞ്ഞാൽ അവരെ തട്ടി മാറ്റല്ലേ. നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുന്നവരാണോ എന്ന് നോക്കണേ. നമ്മുടെ കൂട്ടുകാർ പട്ടിണി കിടക്കുന്നവരാണോ എന്ന് നോക്കണേ. നമ്മുടെ കൂടപ്പിറപ്പുകൾ തൊട്ടടുത്ത വീട്ടിൽ കിടന്നിട്ട് പട്ടിണിയാണോ എന്ന് നമ്മൾ നോക്കണേ. നമ്മുടെ വയറ് നിറക്കിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, നീ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ എങ്ങാനും വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിലോ നീ എന്നിൽ പെട്ടവനല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അവിടെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? നിന്റെ അയൽവാസി എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ മുസ്ലിമായ അയൽവാസി എന്ന് പറഞ്ഞില്ല, മുഅ്മിനായ അയൽവാസി എന്ന് പറഞ്ഞില്ല, ദീനുള്ള അയൽവാസി എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് നിന്റെ അയൽവാസി എന്നാ. അത് ഹൈന്ദവനാകട്ടെ, അത് ക്രൈസ്തവനാകട്ടെ, അത് മുസൽമാനായിക്കോട്ടെ, നീ അവര് പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നാലാമത്തെ വിഭാഗമാരാ വസ്വാഇമീന ഫീ ശഹ്രി റമളാൻ. പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോൾ ആ പുണ്യമായ റമളാനില് ആരാണ് നോമ്പെടുക്കുന്നത്? അവരെയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം ഇങ്ങനെ മാടി വിളിക്കുകയാണെന്ന് അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് കൊതിച്ചോ ഉമ്മ, ഈ 4 നന്മകൾ ജീവിതത്തിൽ പകർത്തിയാൽ, ഈ 4 നന്മകൾ ജീവിതത്തിൽ പകർത്തിയാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയുമല്ലോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാം. ഒന്നാമത്തത് എന്താ പറഞ്ഞത്? നമ്മള് ഒന്ന് മനസ്സിൽ പറഞ്ഞു, ഒന്ന് പറഞ്ഞേ. പരിശുദ്ധമായ ഖുർആൻ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുക.
രണ്ടാമത്തത് നാവിനെ സൂക്ഷിക്കുക, മൂന്നാമത്തത് വിശന്ന് വന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, നാലാമത്തതോ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന വിഭാഗം. ഈ 3 വിഭാഗത്തിന് അല്ലാഹു തആല പരിശുദ്ധമായ സ്വർഗ്ഗലോകം അവരിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ പറയും ഉസ്താദേ നാവിനെ കെട്ടാൻ കഴിയുന്നില്ല അല്ലേ, തെറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കുറെ ഈബത്ത് പറയേണ്ടെന്ന് വിചാരിക്കും, കുറെ നമീമത്ത് പറയേണ്ടെന്ന് വിചാരിക്കും, കളവ് പറയേണ്ടെന്ന് വിചാരിക്കും, പക്ഷെ നമ്മളെ നാക്കിനകത്ത് അറിയാതെ ഇങ്ങനെ വരികയാണ് ഉസ്താദേ എന്ന് വിഷമം പറയുന്ന ആളുകളുണ്ട് അല്ലേ, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്കുള്ള മരുന്നും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? നാവിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പടച്ച തമ്പുരാന്റെ നാമമുണ്ടല്ലോ, ആ നാമം നമ്മൾ ഉരുവിട്ടാൽ, അത് നമ്മൾ പതിവായി കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നാക്കിനെ തൊട്ടുള്ള വിപത്തുകളിൽ നിന്ന്, കളവ് പറയുന്നതിനെ തൊട്ട്, മോശത്തരങ്ങളെ പറയുന്നതിനെ തൊട്ട്, പടച്ച റബ്ബേ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനെ തൊട്ട്, നമീമത്തും ഐബത്തും പറയുന്നതിനെ തൊട്ട്, എല്ലാത്തിൽ നിന്നും നമ്മളെ നാവിനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുന്നതാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മക്കളെ ഇത് നമ്മളെ പഠിപ്പിക്കണേ, നമ്മുടെയൊക്കെ ചെറുപ്പക്കാരായ മക്കളെ ഇത് നമ്മളെ പഠിപ്പിക്കണേ. കാരണം എന്താണെന്നറിയോ? ഇന്ന് പല മക്കളും സംസാരിക്കുമ്പോ തന്റെ കൂട്ടുകാരനെ വിളിക്കുന്ന പേര് നമ്മൾ കേട്ടോ, പടച്ചറബേ നമ്മളെ കാട്ടിയോടിക്കുന്ന പടച്ചറബേ ജീവികളുടെ പേരുകളാണ് വിളിക്കുന്നത്. എത്രയോ മോശപ്പെട്ട വാക്കുകളാണ് പരസ്പരം വിളിക്കുന്നതെന്നറിയോ? പടച്ചറബേ മാറ്റാൻ കഴിയുന്നില്ല. ചില മക്കളൊക്കെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, അറിയാതെ നമ്മുടെ മുമ്പിൽ നിന്നെങ്ങാനും അങ്ങനെ കേൾക്കുമ്പോ, പടച്ചറബേ മോനെ നീ എന്താണടാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പടച്ചറബേ വിഷമങ്ങൾ പറയുന്ന മക്കളുണ്ട്. ഉസ്താദേ ശീലമായി പോവുകയാണെന്ന് പറയുന്ന എത്രയോ മക്കളുണ്ടെന്നറിയോ? ആ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ പടച്ച തമ്പുരാന്റെ നാമമുണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ നിത്യമായിട്ട് ഉരുവിട്ടാൽ, നമ്മളിതിങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള മോശമായ സംസാരങ്ങളിൽ നിന്നോ മോശത്തരങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമെന്നോ എന്റെ പ്രിയമുള്ളവരെ മഹത്തുക്കളെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഈബത്ത് പറയാൻ തോന്നില്ല, നമീമത്ത് പറയാൻ തോന്നില്ല. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഇൽമ് ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റട്ടെ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? അള്ളാഹിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ കിടക്കണം. ആരോടും നമ്മൾ ചോദിക്കുകയാണ്, ഇവിടെ നീ നിസ്കരിക്കുന്നത് എന്തിനാ, നോമ്പെടുക്കുന്നത് എന്താ പറയാ? നമ്മളൊക്കെ എന്താ പറയാ? പടച്ചോന്റെ സ്വർഗത്തിൽ എനിക്ക് കിടക്കണം എന്നാണ് നമ്മൾ എല്ലാവരും പറയാ. ആ സ്വർഗത്തിൽ കിടക്കാനും ചിലതിന്റെ ഇതൊക്കെ വെറുതെ കിട്ടുമെന്ന് വിചാരിച്ചോ? നമ്മൾ അങ്ങനെ വിചാരിക്കുക, പടച്ചോനെ 2 തസ്ബീഹ് മാല അങ്ങനെ മറിച്ചാൽ നമുക്ക് വെറുതെ അങ്ങനെ കിട്ടും. ചില ആളുകൾ നിസ്കരിക്കൂല, നോമ്പെടുക്കൂല, ഒന്നും ഒരു നന്മയും ചെയ്യില്ല. പക്ഷെ വേണ്ടത് എന്താ? അള്ളാന്റെ സ്വർഗം. വെറുതെ കിട്ടോ അല്ലെ? പണം ഉണ്ടാകണമെങ്കിൽ വെറുതെ കിട്ടോ? നല്ലോണം അധ്വാനിക്കണ്ടേ? ദുനിയാവിൽ നമ്മൾ നല്ലോണം അധ്വാനിച്ചാലല്ലേ സ്വർണം കിട്ടും, പണം കിട്ടുള്ളൂ അല്ലേ? എന്നാൽ അള്ളാന്റെ സ്വർഗ്ഗലോകം കിട്ടണമെങ്കിലും, അവിടെ നമ്മൾ ഭൂമി മേടിക്കണമെങ്കിൽ, അവിടെ നമ്മൾ വസ്തു മേടിക്കണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് നമ്മൾ അധ്വാനിക്കണം. നമുക്ക് വേണം അധ്വാനിക്കാതെ നമുക്ക് പണം ഉണ്ടാക്കണം അല്ലെ? അധ്വാനിക്കാതെ നമുക്ക് പണം ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ പോളിസി. നടക്കോ? ആഗ്രഹിച്ചിട്ട് വെറുതെ ഇരിക്കാന്നല്ലാതെ ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുക, ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം എനിക്ക് വേണം. നമ്മുടെ മനസ്സിനകത്ത് ആഗ്രഹം കൊണ്ട് നടക്കുക. ആ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മൾ അങ്ങോട്ട് എത്തിക്കും. 100% ഉറപ്പാണ്. പടച്ച തമ്പുരാൻ നമ്മൾ ആ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗലോകത്തേക്ക് നമ്മൾ എത്തിക്കും.
അല്ലാഹ് ബോധം തരട്ടെ, അല്ലാഹു തആല ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കണ്ടോ അല്ലേ, ഏത് സമയത്താണ് മരണം, ഏത് രൂപത്തിലാണ് കടന്നു വരുന്നത് എന്ന് പോലും എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അല്ലാഹുവേ പടച്ചറബ്ബേ, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അല്ലാഹുവേ പടച്ചറബ്ബേ, പകർച്ചവ്യാധികൾ ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പടച്ചറബ്ബേ പല പല ദുരന്തങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിതാ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് പടച്ചറബ്ബേ, വെള്ളപ്പൊക്കം ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിലുകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത പ്രയാസങ്ങൾ ഇങ്ങനെ പടച്ചറബ്ബേ ഒരു ഭാഗത്ത് നടക്കുമ്പോ ഇന്നിതാ മലപ്പുറം ജില്ലയിലോ പടച്ചറബ്ബേ നിപ്പ എന്ന് പറയുന്ന വൈറസ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത ഇന്നിതാ നമ്മളിങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇനിയൊരു കൊറോണ പോലെ, ഇനിയൊരു നിപ്പ പോലെയുള്ള വൈറസുകൾ തന്നിട്ട് ഞങ്ങളെ പരീക്ഷിച്ചാൽ, ഒരു പ്രളയം തന്നിട്ട് ഞങ്ങളെ പരീക്ഷിച്ചാൽ പടച്ചറബ്ബേ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല തമ്പുരാനെ, ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല അല്ലാഹ്. ഒരു കൊറോണ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ലല്ലോ, ഈ ലോകം മുഴുവനും പിടിച്ചു കുറുക്കിയ ഏറ്റവും വലിയ വൈറസ് ആയിരുന്നല്ലോ. ഈ ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വൈറസ് ആയിട്ട് പടച്ചറബ്ബേ കൊറോണ മാറിയപ്പോ ഈ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ അങ്ങ് തകിടം മറിഞ്ഞുവല്ലോ. സാമ്പത്തിക സ്രോതസ്സെല്ലാം മറിഞ്ഞുവല്ലോ. ബിസിനസിന്റെ എല്ലാവിധ ബിസിനസിന്റെ മേഖലകളെല്ലാം തകർന്നു പോയല്ലോ. പടച്ചറബ്ബേ ലോകം മുഴുവനും വല്ലാതെ പ്രയാസത്തിലായിരുന്നല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്കതൊന്നും താങ്ങാനുള്ള മനസ്സ് ഞങ്ങൾക്ക് കഴിവ് ഞങ്ങളുടെ മനസ്സിനകത്തില്ല അല്ലാഹ്. നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിലോ പാണ്ടിക്കാട് എന്ന് പറയുന്ന പ്രദേശത്തോ അശ്മിൽ ഡാലിഷ് എന്ന് പറയുന്ന പൊന്നുമോൻ അല്ലാഹുവേ പടച്ചറബ്ബേ നിപ്പ എന്ന് പറയുന്ന വൈറസ് ബാധിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞല്ലോ. പടച്ചു തമ്പുരാനെ, കേരളത്തിലുള്ള ടീമിന് വേണ്ടിയിട്ട് ബ്യൂട്ടിടണമെന്ന് ആഗ്രഹം തന്റെ ഹൃദയത്തോട് കൊണ്ട് നടന്ന പൊന്നുമോനോ അല്ലാഹുവേ പടച്ചറബ്ബേ എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവ് ആയിരുന്ന ഒരു പൊന്നുമോനോ. അല്ലാഹ് മാതാപിതാക്കളെ എങ്ങനെ സഹിക്കും അല്ലാഹ്, ആ മാതാപിതാക്കളെ എങ്ങനെ സഹിക്കും അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ആ കൂട്ടുകാർക്ക് വിഷമമുണ്ടോ പടച്ചറബ്ബേ, മാതാപിതാക്കൾക്ക് വിഷമമുണ്ടോ, അയൽവാസികൾക്ക് വിഷമമുണ്ടോ പടച്ചറബ്ബേ. അന്നത്തെ ദിവസം ഈ വാർത്ത ഇങ്ങനെ വായിച്ചപ്പോ അല്ലാഹുവേ കണ്ണറിയാതെ നിറഞ്ഞു പോയി അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, എന്നിരുന്നാലും മനസ്സിനകത്ത് പടച്ച തമ്പുരാനോട് നമുക്ക് ആ പൊന്നുമോന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ആ പൊന്നുമോന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, യാ സ്വഹാബാ, ശഹീദീങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? ശഹീദീങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അവിടുന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്, നബിയേ, ഞങ്ങൾ വിചാരിച്ചത് അള്ളാന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ടോ പടച്ച റബ്ബേ യുദ്ധം ചെയ്തിട്ട് സ്വഹാബത്ത് ഷഹീദായവരുണ്ടല്ലോ, അവരാണല്ലോ സ്വഹാബ്, അവരാണല്ലോ ഷഹീദ്, അവരാണല്ലോ ഷഹീദീങ്ങള് എന്നവിടുന്ന് സ്വഹാബത്തിനോട് പടച്ച റബ്ബേ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, എന്റെ ഉമ്മത്തീങ്ങളിൽ ഷഹീദീങ്ങളുണ്ടോ, എന്റെ ഉമ്മത്തീങ്ങൾ ഷഹീദീങ്ങളുണ്ടോ? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, എന്റെ ഉമ്മത്തിലെ ഷഹീദ് പകർച്ചവ്യാധി വന്നിട്ടോ, പ്ലേഗ് വന്നിട്ടോ, പകർച്ചവ്യാധി വന്നിട്ട് ആരാണ് മരണപ്പെടുന്നത്? ഉദര സംബന്ധമായ രോഗങ്ങളിലൂടെ പടച്ച റബ്ബേ ആരാണ് മരണപ്പെടുന്നത്? മുങ്ങി മരിച്ചവരാരാ?
ഇവരെല്ലാം നാളെ ആഖിറത്തിലെ ശഹീദീങ്ങളാ. ഇവരെല്ലാം നാളെ ആഖിറത്തിലെ ശഹീദീങ്ങളാണ്. ബന്ധു മരിച്ചവരൊക്കെ പടച്ച റബ്ബേ നാളെ പടച്ച തമ്പുരാന് ആഖിറത്തിലെ ശഹീദിന്റെ പ്രതിഫലം ഉണ്ടെന്നോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അശ്മിൽ മോന് ശഹീദിന്റെ പട്ടം ലഭിച്ചിട്ടാ കടന്നുപോയതോ, ശഹീദിന്റെ പട്ടം ലഭിച്ചിട്ടാ കടന്നുപോയതോ. പടച്ച റബ്ബേ ലോകത്തിന്റെ മുമ്പിൽ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ലല്ലോ. 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പടച്ച റബ്ബേ ഉമ്മാന്റെ സ്നേഹം കിട്ടിയിട്ട് കൊതി തീർന്നിട്ടില്ല, പാപ്പാന്റെ സ്നേഹം കിട്ടിയിട്ട് കൊതി തീർന്നിട്ടില്ല, കൂടെ പിറപ്പുകളോടൊപ്പം ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല, തന്റെ കൂട്ടുകാരോടൊപ്പം പടച്ച റബ്ബേ അവരോടൊപ്പം കളിച്ചിട്ട് അവരോടൊപ്പം സ്നേഹത്തോടെ നടന്നിട്ട് കൊതി തീർന്നിട്ടില്ല. അതിന്റെ മുമ്പ് പടച്ച തമ്പുരാനെ വിളിച്ചു കൊണ്ടുപോയല്ലോ. അതിന്റെ മുമ്പ് പടച്ച തമ്പുരാന പൊന്നുമോനെ വിളിച്ചു പോയല്ലോ. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, നീ മർഹമത്ത് കൊടുക്കണേ അല്ലാ. ആ മാതാപിതാക്കൾക്ക് തന്റെ പൊന്നുമോനെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല അല്ലാ, അവർക്ക് മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാ. അവസാന സമയത്ത് പടച്ച റബ്ബേ ഒരു ഉമ്മാന്റെ വാപ്പാന്റെ കയ്യിൽ കിടന്നിട്ട് ഒരു മുത്തം പോലും കൊടുക്കാൻ കഴിയാതെ ഇന്ന് 6 അടി മണ്ണിലാ പൊന്നുമോന് കിടക്കുകയാണ്, 6 അടി മണ്ണിലാ പൊന്നുമോന് കിടക്കുകയാണ്. പടച്ച റബ്ബേ കാണുമ്പോ വിഷമം തോന്നുകയാണ് അല്ലാ, കേൾക്കുമ്പോ വിഷമം തോന്നുകയാണ് അല്ലാ. പടച്ച റബ്ബേ മറുഭാഗത്തതാ അല്ലാഹുവേ പ്രിയപ്പെട്ട സഹോദരന് മണ്ണിനടിയിലാ. അല്ലാഹുവേ പടച്ച റബ്ബേ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മണ്ണിനടിയിലാണ് റബ്ബേ. പല പല സൂചനകളും ഇങ്ങനെ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്, പല പല സൂചനകളും ഇങ്ങനെ മണ്ണിനടിയിലുണ്ട്, പല സൂചനകൾ ഇങ്ങനെ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാ. ആ ചെറുപ്പക്കാരനെ നീ കാണിച്ചു കൊടുക്ക് അല്ലാ, നീ കാണിച്ചു കൊടുക്ക് അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളിൽ ഒരാൾക്കും ഇതുപോലത്തെ അവസ്ഥ തരല്ല റബ്ബേ. ഞങ്ങളുടെ മക്കള്, പല ആളുകളുടെ ഭർത്താക്കന്മാര്, സഹോദരങ്ങള് പടച്ച റബ്ബേ കൂട്ടുകാരൊക്കെ ഇന്ന് വാഹനം ഓടിക്കുന്നവരാണ് അല്ലാ, പല പല യാത്രകൾ നടത്തുന്നവരാണ്. പടച്ച റബ്ബേ ഒരാളെയും നീ അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ, വിഷമിപ്പിക്കല്ല അല്ലാ, വേദനിപ്പിക്കല്ല അല്ലാ. പടച്ച തമ്പുരാനെ ഞങ്ങളുടെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും 2:30 നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വന്നിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അല്ലാഹു തആല ഖൈറും ബറകത്തും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.